ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാങ്ങയും മീനും ഇട്ട ഒരു കറി ഉണ്ടാക്കിയാലോ. അങ്കമാലിക്കാരുടെ കല്യാണത്തിന് മാങ്ങയും മീനും വെച്ചിട്ടുള്ള ഒരു കറിയുണ്ട്. ഭയങ്കര ടേസ്റ്റാണത്. ആ മാങ്ങാക്കറി കൂട്ടി തന്നെ നമുക്ക് ചോറുണ്ണാം. അപ്പം നമുക്കും ഉണ്ടാക്കാം. ഞാനും അങ്കമാലിക്കാരിയാട്ടോ. അപ്പോൾ നമുക്കും ഉണ്ടാക്കി നോക്കാം മാങ്ങയും മീനും ഇട്ടുള്ള ഒരു മാങ്ങാക്കറി. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മീൻ വേണം, പിന്നെ മാങ്ങയും വേണം. ഞങ്ങൾ മാങ്ങ അരിയുമ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് അരിയണം. അങ്കമാലിക്കാർ മാങ്ങ അരിയുമ്പോൾ കണ്ടോ, ഒരു കഷ്ണം രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മതി. വലിയ കഷ്ണമായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. ചെറുതല്ല, വലിയ കഷ്ണങ്ങളായിരിക്കണം. എപ്പോഴും വലിയതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരു മാങ്ങ രണ്ട് കഷ്ണമാക്കി, ഒരു മാങ്ങയുടെ പൂള് എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കഷ്ണമായിട്ട് അരിഞ്ഞിടണം. ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട്, ചെറുതാക്കരുത്. ചെറുതായി കഴിഞ്ഞാൽ അത് അലന്നു പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണം. ഹലോ, ഇത്രയും സാധനങ്ങളാട്ടോ വേണ്ടത്. നമുക്ക് മാങ്ങയിൽ മാങ്ങ, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ, ഒരിത്തിരി വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അവരവരുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്തോരം ഉപ്പും നമ്മൾ മീനിൽ ഉപ്പിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഒത്തിരി ഉപ്പിടരുത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി, പച്ചമുളകുണ്ട്. മാങ്ങയ്ക്ക് ആവശ്യമുള്ള അവരവരുടെ ആവശ്യത്തിന് എന്തോരം. ഇപ്പോൾ ചിലവർക്ക് 1 ടീസ്പൂൺ മതിയായിരിക്കും, ചിലവർക്ക് 2 ടീസ്പൂൺ ഉണ്ടായാലായിരിക്കും നന്നാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവരവരുടെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് നല്ലതുപോലെ തിരുമ്മി വെക്കണം. കണ്ടോ, നല്ലതുപോലെ തിരുമ്മി അത് അവിടെ വയ്ക്കണം. അപ്പോൾ രണ്ടും അങ്ങനെ തിരുമ്മി ഒരു സ്ഥലത്ത് ഒരു മണിക്കൂറോ അരമണിക്കൂറോ അവരവരുടെ സമയം പോലെ, എങ്ങനെ പോയാലും അരമണിക്കൂർ വെക്കണം. ഒരു 30 മിനിറ്റെങ്കിലും വെക്കണം. അപ്പം ഞാനത് അവിടെ തിരുമ്മി വെച്ചേക്കുവാണ്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാനിനി ഇത് എടുക്കുള്ളൂ. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ വറക്കാൻ വെച്ചാലോ. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മീൻ വറക്കാൻ വയ്ക്കാം. നമ്മുടെ മീൻ വറുത്ത് ഒത്തിരി വറുക്കണ്ട കേട്ടോ. അതേ ഈ പാകത്തിന് വറുത്താൽ മതി. വേണ്ട, എത്ര പാകത്തിന് വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മീനെടുത്ത് മാറ്റാം. മീനെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഓരോ മീനെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയും മീനും ഒന്ന് വറയിലിടാം. നമുക്ക് തേങ്ങാപ്പാൽ 2ാം പാലെടുത്ത് ഒഴിച്ച് നമുക്കൊന്ന് മാങ്ങയൊന്ന് വറയിലിടാം. അങ്ങനെയാണ് പറയുന്നത് അതിന്.
വറയിലിടുകയാണ്. മാങ്ങ ഇട്ടിട്ടുണ്ട്, മീനും ഇട്ടിട്ടുണ്ട്. നമ്മൾ പുരട്ടി വെച്ചിരുന്നില്ലേ മാങ്ങ, ആ മാങ്ങയും വറുത്ത് വെച്ച മീനും, ഒത്തിരി വറക്കരുത് കേട്ടോ, ഫ്രൈ ആയി പോവരുത്, ചെറുതായിട്ട് വറുത്ത മീനും ഇട്ട് നമുക്ക് മാങ്ങാക്കറി ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നൊന്ന് വേവട്ടെ. അപ്പം നമുക്കൊന്ന് മൂടി വെക്കാം. രണ്ടാം പാലെടുത്ത് ഒഴിക്കണം. ആദ്യം നമ്മൾ പുരട്ടി വെച്ച അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് നേരം അവിടെ ഇരുന്ന് വേവട്ടെ. നമ്മുടെ മാങ്ങാക്കറി ഉണ്ടാ, മീനും മാങ്ങയിട്ട മാങ്ങാക്കറി കണ്ട വറയിൽ കിടന്ന് നല്ലോണം രണ്ടാം പാലിൽ കിടന്ന് വേവുന്നതാണ് കാണുന്നത്. നല്ലോണം മീനും മാങ്ങയും ഒക്കെ ഇട്ട് നല്ല മാങ്ങാക്കറി കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. മാങ്ങ വേവണ വരെ നമുക്ക് ഇച്ചിരി നേരം ഒഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. അവിടെ കിടന്ന് വേവണത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൺ ചെയ്ത് എടുത്ത് മൂടി മാറ്റിയത്. അത് 5 മിനിറ്റ് നേരം വേവട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മുടെ മാങ്ങ വെന്തുണ്ട് കേട്ടോ. അല്ല മാങ്ങ നല്ലതുപോലെ വേവാൻ തുടങ്ങി. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ. ഒത്തിരി വേവിക്കരുത്. രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കണം. അങ്ങനെ മാങ്ങാക്കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ ഒരു പാത്രം വയ്ക്കാം. ഇങ്ങനെ ഒരു പാത്രം വെച്ചിരിക്കണ എന്തിനാണെന്നറിയോ? നമ്മുടെ കടുക് പൊട്ടിക്കുമ്പോഴേ പുറത്തേക്കൊന്നും പോവില്ല. അപ്പം ഇങ്ങനെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയും കുറച്ച് മതി. നമ്മൾ ഓൾറെഡി മൊത്തം വെളിച്ചെണ്ണ കുറേ ചേർത്തിട്ടുണ്ട്. മാങ്ങ പുരട്ടി വെച്ചു, മീൻ വറുത്തു, അങ്ങനെ കുറേ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ കടുകൊന്നും പൊട്ടിയാലും പുറത്തോട്ടൊന്നും ആവില്ല. അപ്പം നമുക്കിങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് കണ്ട ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ കേട്ടോ. ഇത് പൊട്ടുമൊക്കെ ചെയ്യൂലേ, കടുക് പൊട്ടുമ്പോൾ പുറത്തോട്ട് ഒത്തിരി ആവൂലേ. കുറച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും മതി. മറ്റേതൊക്കെ ആവുമ്പോൾ കുറേ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇപ്പം തന്നെ നമ്മൾ മാങ്ങ പുരട്ടി വെച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, മീൻ വറുത്തതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചു. അങ്ങനെ ഒരു പാൻ ചൂടാക്കുക, കുറച്ച് വെളിച്ചെണ്ണ മതി. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉലുവ ചേർക്കാം. നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവയുടെ കഴിയുമ്പോൾ നമുക്ക് താളിക്കാൻ വേണ്ടി ചെമ്മീൻ,
എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയിലേക്ക് താളിച്ചു കൊടുക്കാം. അങ്ങനെ മീനിട്ട മാങ്ങാക്കറി റെഡി ആയിട്ടോ. ഇതാണ് മീനിട്ട മാങ്ങാക്കറി. ഓക്കേ, അപ്പം എല്ലാവരും മീനിട്ട മാങ്ങാക്കറി കഴിച്ചു നോക്കുക. ഇനി മാങ്ങാക്കറി എടുത്തിട്ട് നമ്മുടെ മാങ്ങാക്കറി ഉണ്ടല്ലോ, ആ മാങ്ങാക്കറി എടുത്തിട്ട് ഒഴിച്ചോട് തന്നെ നിൽക്കണ്ടോന്ന് നോക്കണം. ഒഴുകിപ്പോയാൽ കറി നല്ലതല്ല. ഒഴിച്ചോട് തന്നെ നിൽക്കണം. കണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ഒഴുകിപ്പോണില്ലല്ലോ, ഒഴിച്ചോടത്ത് തന്നെ നിൽക്കണം. അതാണ് നമ്മുടെ മാങ്ങാക്കറിയുടെ സ്റ്റൈൽ. മാങ്ങയും മീനും വെച്ച് മാങ്ങാക്കറിയുടെ ടേസ്റ്റ് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.